സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം തടസ്സപ്പെടുന്നതിനിടെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ആധാർ നിർബന്ധമാക്കാൻ സർക്കാർ. സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിനാണ് ആധാർ ഒതന്റിഫിക്കേഷൻ നടപ്പാക്കാൻ പോകുന്നത്. ആധാർ ഉൾപ്പെടെയുള്ള ഡാറ്റ സപ്ലൈകോയ്ക്ക് കൈമാറാൻ ഉത്തരവിറക്കി. PA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. ഗിരീഷ്, ഇത് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ആധാർ സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഈ സബ്സിഡി ഇനങ്ങൾ വാങ്ങുന്നതിന് നിർബന്ധമാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? എന്താണ് അതുകൊണ്ട് അത് ഈ സെർവർ തകരാറാണോ? സെർവർ തകരാർ ഇപ്പോൾ തന്നെ ഉണ്ട് പലയിടങ്ങളിലും. അതിനിടെ ഇങ്ങനെ ഒരു ആധാർ കൂടി നിർബന്ധമാക്കുന്നതിന്റെ സാഹചര്യം എന്താണ്? ഗോപികൃഷ്ണൻ, ഈ സപ്ലൈകോ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിലെ ക്രമക്കേട് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. കാരണം യഥാർത്ഥ ഗുണഭോക്താവാണോ ഈ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത് എന്ന പലപ്പോഴും സംശയം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ വിജിലൻസ് വിഭാഗവും സംസ്ഥാന പോലീസിലെ വിജിലൻസ് വിഭാഗവും ഒക്കെ പലയിടത്തും നടത്തിയ പരിശോധനയിൽ ഈ ഇത്തരം സബ്സിഡി സാധനങ്ങൾ ക്രമക്കേടിലൂടെ കൊണ്ടുപോകുന്നു എന്ന ചില ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. നിലവിൽ റേഷൻ കാർഡ് അവിടെ പതിപ്പിച്ച് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനങ്ങൾ, സബ്സിഡി സാധനങ്ങൾ നൽകാറുള്ളത്. ഈ ഡീറ്റെയിൽസ്, ഈ വിവരങ്ങൾ പിന്നീട് തട്ടിപ്പിനായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ ആധാർ നിർബന്ധമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. റേഷൻ കടകളിലെ പോലെ ആധാർ ഓതന്റിഫിക്കേഷൻ നടത്തിയ ശേഷം, വിരലടയാളം പതിച്ച ശേഷമാകും ഇനി സബ്സിഡി സാധനങ്ങൾ നൽകുക എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ കയ്യിലുള്ള ആധാർ വിവരങ്ങൾ, ആധാർ ഉൾപ്പെടെയുള്ള ഡാറ്റ ഏതായാലും സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് കൈമാറാനുള്ള ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അപ്പോഴും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം, റേഷൻ വിതരണത്തിൽ പലപ്പോഴും സെർവർ തകരാർ ഒരു വില്ലനായി മാറാറുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ മാസമൊക്കെ നിരവധി തവണ ഇതുമൂലം റേഷൻ വിതരണം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കൂടി ആധാർ നടപ്പാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആധാർ ഓതന്റിഫിക്കേഷൻ നടപ്പാക്കുകയാണെങ്കിൽ ഇത് എത്രത്തോളം സുഗമമായിരിക്കും എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആശങ്ക. ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സാധനങ്ങൾ വിൽക്കുന്നതിനെ ഇത് തടസ്സപ്പെടുത്തുമോ എന്നൊരു ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഗോപികൃഷ്ണൻ. PA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന്.